രാവിലെ നിർമ്മാല്യം കാണാൻ പോകുന്നുണ്ടോ? വൈകിട്ട് ദീപാരാധന കാണാൻ പോകുന്നുണ്ടോ? കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെമ്മാടിത്തരങ്ങൾ പറഞ്ഞിട്ട് പോവുക. എന്ത് വിശ്വാസമാണ് പക്ഷേ ഈ നാട്ടിൽ നടക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മള് ഈ ദൈവത്തെ വിളിക്കുന്ന ഇപ്പൊ അമ്പലത്തിൽ പോകണമെന്നില്ല. അവരവരുടെ മനസ്സും ശരീരവും ശുദ്ധിയാണെന്നുണ്ടെങ്കില്, ശുദ്ധമായ ഒരിടത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് ദൈവത്തെ വിളിക്കാം. ഇങ്ങനത്തെ പോകണമെന്നില്ല. പിന്നെ എല്ലാരും പിന്നെ ഈ ടൂറിന് പോകുന്ന പോലെ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകുന്നു. അവനവന്റെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു തൂട് ഒരു കുപ്പി എണ്ണ കഴിച്ച് അവിടെ വിളക്ക് കത്തിത്താത്തവരാണ് ഈ ടൂറിന് പോയി മറ്റുള്ളിടത്ത് പോയി സെൽഫി എടുക്കുന്നത്. അതിനെ പോയിട്ട് കാര്യം എന്തുവാ? ഇപ്പൊ ശബരിമലയിൽ തന്നെ കൂടികൾ വരുന്നുണ്ട്. എത്ര ആൾക്കാർ വരുന്നുണ്ട്? അതിനകത്ത് 3-4 പേരെ നേരാവണ്ണം ഉള്ള പോയപ്പെടുത്തി ശബരിമല. എല്ലാരും പോയി. എനിക്ക് അടിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ആ ഒരു വേഷത്തിൽ ഞാൻ അയാൾ അടിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയോ, കൊറേ ഹൈന്ദവര് ഇവിടുത്തെ സമുദായം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ഇതിന്റെ വിലാസതയും ദാരിദ്ര്യവും അറിയാൻ കഴിയാതാണ് ഓരോന്നും വന്ന് പുലപ്പൊന്നും ഇതിനകത്ത് വന്നിരുന്നത്. അതല്ല ചേട്ടാ, ഞാൻ അയാളെങ്ങാൻ തല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൊറേ ഹൈന്ദവ സ്ത്രീകൾ എനിക്ക് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അവര് അയ്യപ്പനെ തല്ലി എന്ന് പറഞ്ഞ് അയ്യപ്പനെ അല്ല, ആ തെളിവൊന്നും അപ്പൊ അവർക്കൊന്നുമല്ല. അപ്പൊ അവർക്ക് മുത്തപ്പൻ ഒരു വിഷയേ അല്ല. അവർ അയ്യപ്പന്റെ മാല ഇട്ട ഒരാളെ ഞാൻ തല്ലിന്ന് പറഞ്ഞിട്ട് അവര് കോമരിളകുക എന്നല്ലാതെ. ഇപ്പൊ നിങ്ങൾ നോക്കിയ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് 2 ദിവസമായി. ഈ സ്ത്രീകളൊന്നും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് ആ വിശ്വാസമല്ല വലുത്, അവർക്ക് വ്യക്തിഹത്യയായിരുന്നു വലുത്. അവർക്ക് എന്നെ വ്യക്തിഹത്യ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഒരാളെ എങ്ങനെ നശിപ്പിക്കണം, അത്രേ ഉള്ളൂ അവർക്ക്. അത്രേ ഉള്ളൂ അവർക്ക്. ആ സ്ത്രീകൾക്കൊക്കെ വേണ്ടത് എന്നെ വ്യക്തിഹത്യ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അവർ പറഞ്ഞത് ഹൈന്ദവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ നടക്കുന്നവളാണ് ജസ്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈന്ദവൻ ഒരുത്തൻ മാലയിട്ടിട്ട് മുത്തപ്പനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് അതിനെതിരെ ഒരു രീതിയിൽ ഒരു വീഡിയോ ചെയ്തോ അല്ലെ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രതിഷേധവുമായിട്ട് ഏതെങ്കിലും ഒരു ഹൈന്ദവർ മുന്നോട്ട് വന്നോ? വന്നില്ല. എന്തുകൊണ്ട്? അപ്പൊ അവർക്ക് വിഷയം ജസ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഞാൻ നിങ്ങളെ വീഡിയോസ് ഒരുപാട് വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ഈ കാണാനാണ് ഇങ്ങനെ ആത്മഹത്യയൊക്കെ ശ്രമിച്ചോന്നുള്ള വീഡിയോസ് എല്ലാം കണ്ടപ്പം ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചത്, നിങ്ങൾ ഒരു ആത്മഹത്യയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിരുന്നു തള്ളയില്ലാതെ വരുന്നത്. ഈ പറയുന്ന പൊതുസമൂഹത്തിനോ കുറ്റം പറയുന്നവരോ ഒന്നും ആർക്കും ഒന്നും നഷ്ടപ്പെടത്തില്ല. പിന്നെ പലതും പറഞ്ഞു ഇവരെ ജീവിതകാലം മുഴുവൻ നമുക്കൊരു പുറത്തിന്റെ വാ മൂടിത്തെട്ടാൻ പറ്റും, പക്ഷെ ജനങ്ങളുടെ വാ മൂടിത്തെട്ടാൻ പാടാം. ഒരു വീട്ടിൽ തന്നെ ഒരു 4 പേരുണ്ട്, 4 പേരും 4 സ്വഭാവമുള്ള ആൾക്കാർ. എല്ലാരും ഒരേ രീതിയിലാവണമെന്നില്ല. നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാര് ഒരു 10 പേരേ ഉള്ളൂ. ആ 10 പേരുമായിട്ട് ബന്ധപ്പെടുത്തി നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്നത്തെ ഏതിനകത്താണ് ഇന്നലെ ആനന്ദം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ രീതിയിൽ പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടുകാരെ കണ്ടോണ്ടോ അയൽക്കാരെ കണ്ടോണ്ടോ ബന്ധുക്കളെ കണ്ടോണ്ടോ ഈ വന്ന കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു 10 രൂപയുടെ ഒരു ചായ വേണം, നിങ്ങളുടെ കൈ പൈസ ഉണ്ടെങ്കിലേ 10 രൂപ ചായ കിട്ടത്തുള്ളൂ. ഈ പറയുന്ന ബന്ധുക്കളെല്ലാം നിൽക്കും. നിങ്ങളെ കൊണ്ട് നേട്ടം ഉണ്ടെങ്കിൽ ബന്ധുക്കളും കൂടപ്പറപ്പോഴും അയൽക്കാരും എല്ലാം നിങ്ങളുടെ കൂടത്താണ്. അനുഭവിച്ചതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരാളെ നശിപ്പിക്കാനായിട്ട് എല്ലാവർക്കും ആവും. നമ്മളിനി എന്ത് നല്ലതായിരുന്നു ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് തെറ്റാണ്. അതാണ് തെറ്റാണ് അവർ കാണുന്നത്. അവര് ചോദിക്കുന്ന ഒരുത്തനെ ഒരു വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, ഒരു ഷാജി എന്ന് പറഞ്ഞ ഒരുത്തനെ, ജസ്റ്റ് അവർക്ക് പിന്നെ ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ തീരാവുന്ന വിഷയമല്ലായിരുന്നു ഉള്ളതെന്ന്. കാരണം ഷാജി എന്ന് പറഞ്ഞോന് അത്രേ ഉള്ളൂ മുത്തപ്പൻ. അതേപോലെ ചോദിക്കുന്നുണ്ട്, എന്നാ അവക്ക് ആരും അറിയാതെ പോയി ചോദിക്കേണ്ട ആവശ്യമല്ലേ? ഇവൻ എല്ലാരും അറിയക്കൊള്ള മെസ്സേജ് ഇട്ടപ്പം ഞാൻ എന്തിനാ ആരും അറിയാതെ പോയി ചോദിക്കേണ്ട ആവശ്യം? അല്ല, ഇതെല്ലാം ഒരു പ്രദർശനം മാത്രം. ഈ ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ക്ഷേത്രങ്ങളിൽ ഇരുന്ന തിരുമേനിമാരായാലും മറ്റുള്ളവരായാലും ഇതെല്ലാം ഒരു വെറും പ്രദർശനം മാത്രമാണ്. ദൈവത്തെ ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ സഹോദരി, നിങ്ങളുടെ വീടിന്റെ അടുത്താണ് ഈ കൊടുങ്ങല്ലൂർ അമ്പലം. ഞാനൊരു കാര്യം ഒരു ഉദാഹരണം പറയാം. ഈ കൊടുങ്ങല്ലൂർ അമ്പലം അല്ല ആയിക്കോട്ടെ കൊടുങ്ങല്ലൂർ അമ്പലം ഒരു ഫേമസ് അമ്പലമാണ്. നിങ്ങളുടെ വീടിന്റെ അടുത്താണ് തരുന്നത്. ഈ അമ്പലത്തിന് ഏതെങ്കിലും ഒരു തിരുമേനിമാര് വന്ന് സാമ്പത്തികം ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ദേവിയെ പൂജ നടത്തൂ? ഇല്ല.
അതില്ല. ഈ പറയുന്നുണ്ട് ഇപ്പൊ ഈ ശബരിമല പോകുന്നത് അയ്യപ്പനെ എഴുതാതെ പോയിട്ടോ, അയ്യപ്പനെ പോയിട്ടുണ്ടോ, ഫ്രീ ആയിട്ട് പോയി അത് പൂജ നടത്തുമോ? അവര് വരുമാനം ഇല്ലാതാവും പോകും. ഇതല്ല ഓരോ ബിസിനസ്സാണ്. പക്ഷെ അതൊന്നും അവര് കാണുന്നില്ല. ജസ്റ്റിനെ കൃഷ്ണനെ വരച്ച് വിൽക്കുന്നത് മാത്രമേ ഇവര് ബിസിനസ് ആയിട്ട് കാണുന്നുള്ളൂ. എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഒരു പെങ്ങളെക്കാട്ടി ചിലപ്പോ ഞാനൊരു 2-3 വയസ്സ് മൂത്ത, എനിക്ക് 43 വയസ്സുണ്ട്. ചിലപ്പോ എന്നെക്കാട്ടി മൂത്താണെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ പറയും, എന്നാലും ഞാൻ ഒരു ജനം പല വിധമാണ്, പലരും പല രീതിയിലുള്ള ആൾക്കാരാണ്. നമുക്ക് ഒരാളെ വാർത്ത കെട്ടാൻ പറ്റത്തില്ല. ഈ വന്ന കാലത്ത് പോസിറ്റീവിനൊന്നും ഒരു പ്രസക്തി ഇല്ല, നെഗറ്റീവിന് മാത്രമേ ഉള്ളൂ പ്രസക്തി. ഇപ്പൊ രേണുസുതിയെ പറഞ്ഞു അവളന്ന് മേളിലോട്ട് കയറിപ്പോയി. അത് ഓരോരുത്തർക്ക് റീച്ച് ഉണ്ടായി തരും. നമ്മള് ഒരു കൈയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവത്തില്ല, 2 കൈയിൽ നിന്ന് അടിച്ചാലേ സൗണ്ട് ഉണ്ടാവത്തില്ല. ഒരു നാണയത്തിന് 2 വശങ്ങളാ ഇല്ലേ? വേറെ കാര്യം പറയുന്നവര് പറയുന്നു, ഒരു കെമിക്കൽ കേൾക്കുക, ഇതിനെല്ലാം പ്രതികരിക്കാൻ പോയാല് അമ്മത്തൂടെ പ്രാന്ത് വിളിച്ചു. പറയുന്നവര് പറയട്ടെ, അവരെല്ലാവരും പറയട്ടെ. ഒരു 10 വട്ടം പറയുന്നവര് പറഞ്ഞോട്ടെ, നമുക്ക് ആരുടെയും വാ മൂടി കെട്ടാൻ പറ്റൂല. പക്ഷെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നിന്നിട്ട് പറയുമ്പം നമ്മൾ അതിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ജസ്റ്റിനെ ഡെയിലി അത് ചീത്ത വിളിക്കുക. ഒരു 10 വട്ടം ജസ്റ്റിനെ ചീത്ത വിളിച്ച് കഴിയുമ്പോഴത്തേന് ജസ്റ്റിയുടെ ഭാഗത്തു നിന്നൊരു മറുപടി ഇല്ലായിരുന്നിപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ആ ചീത്ത വിളിയാൻ നിൽക്കും. ഇവൻ വർഷങ്ങളായിട്ട് കമന്റ് ഇടല് തുടങ്ങിയതാ. ഇവൻ എന്റെ തൊട്ടടുത്ത വീട്ടില് എന്ന് പറഞ്ഞതിന്റെ അടുത്ത്, എന്റെ തൊട്ടടുത്ത പിന്നെ കവലയിലുള്ളവനാണ് ഇവന്. അപ്പൊ ഇത്രയും തൊട്ടടുത്തുള്ള ഓന്, അതും ഒരു BJP-ക്കാരൻ. അത് ഏറ്റവും വലിയ എടുത്തു വെച്ച് പറയേണ്ട ഒരു കാര്യം അതാ. ഒരു BJP-ക്കാരൻ, ഒരു അയ്യപ്പ വേഷധാരി മുത്തപ്പനെ കുറിച്ചിട്ടൊരു കമന്റിന് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഹിന്ദുത്വം സംസാരിക്കുന്ന ഒരു ലെവലുമാരും ഇറങ്ങിയില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാം ജസ്നയെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഇത് മാത്രാണ്. അതെ, ഇപ്പം തന്നെ സുരേഷ് ഗോപി സാറ് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നന്മ വരുന്നത്, അതേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് ചെയ്തതില് അയ്യെന്തിനും ഒരുക്കം പറയുന്നുണ്ടോ, അന്നേരം നല്ല കാര്യം ചെയ്തു, അന്നേരം ചീത്ത എന്തേ വിളിക്കുന്നത്? അതോ ഇല്ലയോ? അതങ്ങനെയുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ഒന്നും ആൾക്കാർക്ക് കണ്ടുകൂടാ. നല്ല ഇവിടെ തമ്മാടിത്തരവും ചെറ്റത്തരവും നടത്തുന്നവരെ ഒക്കെ മാത്രം അവരെ എല്ലാം പിടിച്ച് പൊട്ടിപ്പിടിച്ച് തലയിൽ വെച്ചോണ്ട് നടത്തും. നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് നാട്ടിൽ ഭാര്യമില്ല. പണ്ടത്തെ താരമല്ല, പണ്ടത്തെ സാഹചര്യമല്ല, പണ്ടത്തെ സംസ്ഥാനമല്ല കേരളത്തിൽ. ഒരുപാട് മാറിപ്പോയി. ഇന്നലെ നാട് കോഴിക്കോടാണ്. ഞാൻ നമ്മുടെ ആലപ്പുഴ പത്തനംതിട്ടയാണ്, നമ്മുടെ ചെറിയ ജില്ലയാണ്. പക്ഷെ എന്നാലും മനുഷ്യന് വിവരം വെച്ചിട്ട് പോലും മനുഷ്യന്റെ സ്വഭാവത്തിനായാലും സംസാരത്തിൽ ഇല്ലെന്ന് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യര് തമ്മിൽ ബന്ധം ഉണ്ടാക്കുന്ന പൊടിയുടെ നിറം വെച്ചാണ്. ഞാന് BJP ആണോ? അന്നേരം ഒന്ന് BJP-ക്കാരൻ നമ്മളോട് സ്നേഹമുണ്ട്. ഞാൻ BJP-ക്കാരനാണെന്നുണ്ടെങ്കിൽ CPM-കാരൻ എന്നോട് ദേഷ്യ, അല്ല കോൺഗ്രസ്സുകാരൻ എന്നോട് ദേഷ്യ. ഇതാണ് എന്ന് പൊടി നോക്കിയാണ് ആൾക്കാരെ സ്നേഹിക്കുന്നത്. ജാതി ഒന്നുമല്ല, ജാതിയത്തിലൊന്നും ഒരു പ്രസക്തിയില്ല. പണ്ടായിരുന്നു നായര്, അല്ല ഇത് മറ്റേത് പൊലയൻ പറയൻ മറ്റേ. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് പൊടിയുടെ നിറത്തിലാണ് ആൾക്കാരെ വിലയിരുത്തുന്നത്. അതിന്റെ ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നത്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ, അത്തരം കാര്യങ്ങളിലൊന്നും സംസാരിക്കാൻ ഞാൻ ആളുമല്ല. നിങ്ങൾ കോഴിക്കോട് എവിടെയാണ്? ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി. ഞാൻ ഇതിന് കോഴിക്കോട് വരാറുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഞാൻ കോഴിക്കോട് വലിയങ്ങാടി, ഫറൂഖ്, പിന്നെ ഞാൻ ആ തോട്ടപ്പറമ്പായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഞാൻ ഒരു കമ്പനിയുടെ മാർക്കറ്റിലായിരുന്നു. അങ്ങനെ അവിടെ പേരാമ്പ്ര വരുമായിരുന്നു. കൊയിലാണ്ടി വഴിയൊക്കെ ആയിരുന്നു. ഫറൂഖില്ലയോ, ഫറൂഖ് താമരശ്ശേരി, ബാലുശ്ശേരി എല്ലാം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്തു. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പറയുന്നവര് പറഞ്ഞോട്ടെ, ബഹുജനം പല വിധമാണ്. അതെല്ലാം കേട്ടോണ്ട് നമ്മള് മറുപടി പറയാൻ പോയാൽ നമ്മള് നാറുവാണ്. എന്തിനാ വെറുതെ നമ്മളെ ഇത് പറയുന്നേ? പറയുന്നവര് പറഞ്ഞുകൊണ്ടേ ഇരുന്നോട്ടെ. ഇവരെല്ലാം നല്ല പ്രവൃത്തി ചെയ്യുന്നവരൊന്നും അല്ലല്ലോ. നല്ല പ്രവൃത്തി ചെയ്യുന്നവരും വല്ലതും ആണോ? അല്ല. എല്ലാം തേഞ്ഞവരാണ്. ഇപ്പൊ ഞാനൊരു വാടക വീട്ടിൽ താമസിച്ചു 5000 രൂപ കൊടുത്ത്. നിങ്ങൾ അപ്പുറത്ത് 2 കോടി രൂപയുടെ ഒരു വീട്ടിൽ താമസിച്ചു. ഞാൻ ഈ ഭൂമിയിലെ വാടകക്കാരനാ, നിങ്ങൾ ഈ ഭൂമിയിലെ വാടകക്കാരനാ. അതോട്ടി അമ്മതാർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റൂ? ഒരുപാട് സമ്പാദ്യങ്ങൾ വെച്ചോണ്ട് ഞാൻ പൂടികൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോ ഈ പൂടികൾ കൊണ്ടുപോകും. ജീവിച്ചിരിക്കുമ്പോ നമ്മള് സന്തോഷം കണ്ടെത്തുക. നമ്മൾ അറിയാൻ വയ്യാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. കുറെ സ്ഥലങ്ങൾ കാണുക, എത്രയോ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുറെ നല്ല ആൾക്കാരെ പരിചയപ്പെടാം, നല്ല സ്ഥലങ്ങൾ പോയി കാണാം. ഇത് പറയുന്നവര് പറഞ്ഞോട്ടെ. നമുക്കൊരു ആയുസ് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അവനവന്റെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നോക്കി അവനവന്റെ കാര്യം നോക്കി അമ്മക്ക് കിട്ടുന്ന ആനന്ദം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ മുന്നോട്ട് പോവുക. പറയുന്നവരത് പറയും കേട്ടോ. അത് ഒരുപാട് സന്തോഷം. എന്റെ പേര് കണ്ണൻ എന്നാണ്.
ഓക്കെ കേട്ടോ. എന്നാ ശരി ശരി ഓക്കെ. ശരി.